നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. പാണ്ടിക്കാട് സ്വദേശി ഷമീറിനെ കൊണ്ടുപോയത് കാറിലെത്തിയ സംഘം. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കുടുംബത്തിന് വാട്സാപ്പ് കോൾ. CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊട്ടാരക്കരയിൽ വീട്ടമ്മ പൊട്ടക്കിണറ്റിൽ കുടുങ്ങി. 12 മണിക്കൂർ കുടുങ്ങിക്കിടന്നത് ആൾതാമസമില്ലാത്ത പറമ്പിലെ കിണറ്റിൽ. യമുന കിണറ്റിൽ വീണത് ഔഷധയില തിരഞ്ഞു പോയപ്പോൾ. ആലപ്പുഴയിൽ കഞ്ചാവുമായി KSRTC കണ്ടക്ടർ പിടിയിൽ. എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഭരണിക്കാവ് സ്വദേശി ജിതിൻ കൃഷ്ണയെ. പിടിയിലായത് ബൈക്കിൽ കഞ്ചാവുമായി പോകുമ്പോൾ. മലപ്പുറം തിരൂർ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചു. കൂർഗ് സ്വദേശി മുഹമ്മദ് അൽത്താഫ് പിടിയിൽ. മലപ്പുറത്ത് ലോറിക്ക് പിന്നിൽ പിക്കപ്പ് വാനിടിച്ച് ഒരു മരണം. മരിച്ചത് മിനി ലോറി ഡ്രൈവർ അഖിലേഷ്. പിക്കപ്പ് ലോറിയിലുണ്ടായിരുന്ന ചേളാരി സ്വദേശിയുടെ നില ഗുരുതരം. വർക്കല ഹോമിയോ ആശുപത്രിയിലും കൃഷിഭവനിലും മോഷണം. മോഷ്ടിച്ചത് ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 2 നിന്ന്. പോലീസ് അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി നോക്കാം. മലപ്പുറം പാണ്ടിക്കാട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ₹1 കോടി നൽകിയാൽ യുവാവിനെ വിട്ടയക്കാമെന്ന് വാട്സാപ്പിൽ സന്ദേശം ലഭിച്ചതായും ഷമീറിന്റെ ബന്ധുക്കൾ പറയുന്നു. വാട്സാപ്പ് കോൾ വഴിയാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. പെരിന്തൽമണ്ണ DVSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. ടൗണിൽ നിന്ന് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുകയായിരുന്ന ഷമീറിനെ GLP സ്കൂളിന് സമീപത്ത് വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത്. ദുബായിൽ ജോലി ചെയ്യുന്ന ഷമീർ ഈ മാസം 4-നാണ് അവധിക്കായി നാട്ടിലെത്തിയത്. ഇന്നലെ 8 മണിയോട് കൂടിയാണ് ഷമീർ എന്ന എൻ്റെ ബന്ധുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ബ്ലാക്ക് മെയിലാണ്. ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പണം തട്ടുന്ന ഒരു സംഘമാണെന്ന് നമ്മൾ ഇതിന് കരുതുന്നത്. ഇതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി നമ്മൾക്ക് സഹായം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും പോലീസിൻ്റെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഗൾഫിൽ ഇയാൾക്ക് മെഡിക്കൽ ഷോപ്പ് ബിസിനസ് ഉണ്ട്, കഫ്തീരിയ ഉണ്ട്, ഹോട്ടൽ ബിസിനസ് ഉണ്ട്, ഒരുപാട് ബിസിനസ്സുകളുണ്ട്. നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അറിയപ്പെടുന്ന പയ്യനാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാണ്ടിക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരം ചെയ്ത പയ്യനാണ്. നാട്ടുകാരുടെ ഇടയിൽ വളരെയധികം ഒരു നല്ല കുട്ടിയാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ കാണാതായ വീട്ടമ്മയെ പൊട്ടക്കിണറ്റിൽ കണ്ടെത്തി. 12 മണിക്കൂറോളമാണ് ആൾതാമസമില്ലാത്ത പറമ്പിലെ പൊട്ടക്കിണറ്റിൽ വീട്ടമ്മ കുടുങ്ങിയത്. ഔഷധമുണ്ടാക്കാൻ നെയ്വള്ളിയില തേടി പോകവേ കാൽവഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു. നിലവിളിച്ചെങ്കിലും ആൾതാമസമില്ലാത്ത പ്രദേശമായതിനാൽ ആരും കേട്ടില്ല. ഭാര്യയെ കാണാനില്ല എന്ന് കാണിച്ച് ഭർത്താവ് ദിലീപ് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷിച്ചിറങ്ങിയ ദിലീപ് ഉഗ്രൻകുന്നിൽ യമുന സഞ്ചരിച്ച സ്കൂട്ടർ കണ്ടെത്തുകയായിരുന്നു. പ്രദേശത്ത് നടത്തിയ തെരച്ചിലാണ് രാത്രി 11 മണിയോടെ യമുനയെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി യമുനയെ കിണറ്റിൽ നിന്നും പുറത്തെടുത്ത താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നിസ്സാര പരിക്കുകളെ ഉള്ളൂവെങ്കിലും അപകടമുണ്ടാക്കിയ ആഘാതത്തിന്റെ ഭീതിയിലായിരുന്നു യമുന. ന്യൂസ് 18 കൊല്ലം. ആലപ്പുഴയിൽ കഞ്ചാവുമായി KSRTC കണ്ടക്ടർ പിടിയിൽ. മാവേലിക്കര ഭരണിക്കാവ് സ്വദേശി ജിതിൻ കൃഷ്ണയാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രി 12:30 ബൈക്കിൽ കഞ്ചാവുമായി പോകുമ്പോഴാണ് പിടിയിലായത്. 1 കിലോ 200 ഗ്രാം കഞ്ചാവാണ് പിടിച്ചത്. KSRTC ഹരിപ്പാട് ഡിപ്പോയിലെ കണ്ടക്ടറാണ് ജിതിൻ. മലപ്പുറം തിരൂർ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കടത്തിയ കൂർഗ് സ്വദേശി മുഹമ്മദ് അൽത്താഫ് പിടിയിലായി. വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് കഞ്ചാവെന്ന് എക്സൈസ് അറിയിച്ചു.
തിരുവനന്തപുരം ഈഞ്ചക്കലിൽ നൈറ്റ് പെട്രോളിംഗിനിടെ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ബൈക്ക് യാത്രികരെ പോലീസ് പിന്തുടർന്നെത്തി ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായി യുവാക്കൾ രംഗത്ത്. ഗുരുതരമായി പരിക്കേറ്റ കല്ലറ സ്വദേശികളായ യുവാക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് റോഡരികിൽ കിടന്ന യുവാക്കളെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. കഴിഞ്ഞ 6-ാം തീയതി പുലർച്ചെ മുട്ടത്തറ ബൈപ്പാസിന് സമീപം വാഹന പരിശോധന നടത്തുകയായിരുന്ന ഫോർട്ട് പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയതിനെ തുടർന്ന് ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരായിരുന്ന ദിബിനെയും വിശാഖിനെയും കനമുള്ള വസ്തു കൊണ്ട് പിന്നിൽ നിന്ന് എറിഞ്ഞ ശേഷം പോലീസ് വാഹനത്തിലെത്തി ബൈക്ക് ഇടിച്ചിട്ട ശേഷം സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ക്രൂരമർദ്ദനത്തിൽ തലയോട്ടിക്ക് പരിക്ക് പറ്റിയെന്നും ദിബിന്റെ കൈ അടിച്ചൊടിച്ചെന്നുമാണ് കുടുംബത്തിന്റെ ആക്ഷേപം. അവര് നല്ലോണം തല്ലി അവിടെ വെച്ച്. അവര് 3 പേരുണ്ടായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എന്റെ കൈ പിടിച്ചു കിട്ടിയിട്ട് നല്ലോണം ഷോൾഡറിലും തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റോട് കൂടി കുറെ തറയിട്ട് ചെന്നു. കാലില് എന്തോ വെച്ച് അടിക്കുക, വെള്ളമായിട്ട് അടിക്കുക. കറക്റ്റ് എനിക്ക് ആ തലയിൽ അടിയിട്ടപ്പോ തന്നെ ബോധം പോയായിരുന്നു. ഒരുപാട് തല്ലായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകി. അതേസമയം പരാതിയെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 6-ാം തീയതി പുലർച്ചെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഈഞ്ചക്കലിന് സമീപം വാഹനാപകടം ഉണ്ടായെന്ന് ഫോൺ സന്ദേശം ലഭിച്ചു. തുടർന്ന് ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തി. ഈഞ്ചക്കൽ സർവീസ് റോഡിന് സമീപം ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു കിടന്ന ബൈക്ക് യാത്രക്കാരെ 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചെന്നുമാണ് പോലീസ് ഭാഷ്യം. യുവാക്കൾ മദ്യപിച്ചിരുന്നതായും അപകടമുണ്ടായ സമയത്ത് നാട്ടുകാർ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. സംഭവം വിവാദമായതോടെ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നിജസ്ഥിതി ഉറപ്പുവരുത്താനുള്ള നീക്കത്തിലാണ് സിറ്റി പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം കോട്ടയ്ക്കൽ മമ്മാലിപ്പടിയിൽ ലോറിക്ക് പിന്നിൽ പിക്കപ്പ് വാനിടിച്ച് ഒരാൾ മരിച്ചു. മിനി ലോറി ഡ്രൈവറായ താനൂർ സ്വദേശി അഖിലേഷാണ് മരിച്ചത്. പിക്കപ്പ് ലോറിയിലുണ്ടായിരുന്ന ചേളാരി സ്വദേശിയുടെ നില ഗുരുതരമാണ്. ഇടിയുടെ ആഘാതത്തിൽ 2 പേരും പിക്കപ്പിനുള്ളിൽ ഏറെ നേരം കുടുങ്ങിക്കിടന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരം വർക്കല ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലും കൃഷിഭവനിലും മോഷണം. നഗരമധ്യത്തിൽ ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയുടെയും കൃഷിഭവനിലുമാണ് മോഷണം നടന്നത്. ആശുപത്രിക്ക് മുന്നിൽ നിന്നും ഒരു കത്തിയും ഒഴിഞ്ഞ കുപ്പികളും കണ്ടെടുത്തു. പോലീസ് അന്വേഷണം നടക്കുകയാണ്. പാലക്കാട് തിരുവേഗപ്പുറ തൂതപ്പുഴ കാലടിക്കുന്നിൽ റെഗുലേറ്റർ നിർമ്മാണത്തിന് തുടക്കം. കുടിവെള്ള വിതരണവും കാർഷിക ജലസേചനവും ലക്ഷ്യമിട്ടാണ് തടയണ നിർമ്മിക്കുന്നത്. 25 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി. വേനലിൽ ജലക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പാലക്കാട് തിരുവേഗപ്പുറ പഞ്ചായത്തിനെയും മലപ്പുറം ഇരുമ്പിലിയം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് തൂതപ്പുഴയിൽ റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. വേനൽ തുടങ്ങിയാൽ തിരുവേഗപ്പുറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. തിരുവേഗപ്പുറ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളത്തിനായി പുഴയിൽ താൽക്കാലിക തടയണ കെട്ടിയാണ് ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത്. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്താത്ത പ്രശ്നവും ഉണ്ടായിരുന്നു. ഇതിന് പരിഹാരം കാണുകയാണ് റെഗുലേറ്റർ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിലൂടെ ഒരു നടപ്പാത രൂപപ്പെടുത്താൻ കഴിയുമ്പോൾ സഞ്ചാരത്തിനും കൂടി സൗകര്യപ്രദമായ രീതിയിൽ ഇരു പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫുട് ബ്രിഡ്ജാണ് തീരുന്നത്. ഏതാണ്ട് 110 മീറ്റർ നീളമുള്ള ഈ ബ്രിഡ്ജ് 12 മീറ്റർ വീതിയുള്ള 8 ഷട്ടറുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 1.5 മീറ്റർ വീതിയിൽ ആണ് ഫുട് ബ്രിഡ്ജിന്റെ നിർമ്മാണം. 25 കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതിയുടെ നിർമ്മാണ ചുമതല കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ്. റെഗുലേറ്റർ, നടപ്പാലം, ഏപ്രൺ, ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം, പ്രവേശന റോഡ്, ജനറേറ്റർ മുറി, പുഴയോര സംരക്ഷണ പ്രവർത്തനം എന്നിവയാണ് നടപ്പാക്കുന്നത്. കൈവരികൾ ഉൾപ്പെടെ 1.5 മീറ്റർ വീതിയുള്ള നടപ്പാലമാണ് നിർമ്മിക്കുക. 2.5 മീറ്റർ വീതിയുള്ള ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോമും ഷട്ടറുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനായിട്ടാവും ഉണ്ടാവുക. പദ്ധതി പൂർത്തിയാകുന്നതോടെ 110 മീറ്റർ നീളവും 112 മീറ്റർ വീതിയുമുള്ള 8 ഷട്ടറുകളിലായി 3 മീറ്റർ ഉയരത്തിൽ വെള്ളം സംഭരിക്കാൻ സാധിക്കും. ഇത് 444 ഹെക്ടർ ഭൂമിയിൽ ജലസേചനം സാധ്യമാക്കും. വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമം നേരിടുന്നതിനും കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും ഇത് സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പാലക്കാട്. പട്ടാമ്പിയിൽ EMS പാർക്ക് നാടിന് സമർപ്പിച്ചു. മാനസികോല്ലാസത്തിനും വിശ്രമത്തിനും ഉതകുന്ന രീതിയിലാണ് നിർമ്മാണം. 1.5 കോടി രൂപ ചെലവിട്ടാണ് ഇതിന്റെ നിർമ്മാണം.
ഒഴിവുവേളകൾ ചിലവഴിക്കാനും ഉല്ലസിക്കാനും ഒരിടം വേണമെന്ന പട്ടാമ്പിക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. ഭാരതപ്പുഴയോരത്ത് പ്രകൃതിയോടിണങ്ങിയാണ് പട്ടാമ്പി EMS പാർക്ക്. നഗരമധ്യത്തിൽ 75 സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിച്ചത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ 90 ലക്ഷവും രണ്ടാം ഘട്ടത്തിനായി 50 ലക്ഷവുമാണ് വകയിരുത്തിയത്. ഉത്സവാന്തരീക്ഷത്തിൽ പാർക്ക് നാടിന് സമർപ്പിച്ചു. കുട്ടികൾക്കും സമ്പൂർണ്ണമായ കായികക്ഷമതയുടെ കുറവ് അനുഭവപ്പെടുകയാണ്. ആവശ്യമായ കളിസ്ഥലത്തിൻ്റെ അഭാവവും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന രീതികളിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള സംശയം. കമ്പ്യൂട്ടറുകളും IT രംഗത്തെ മാറ്റങ്ങളും വിവര സാങ്കേതിക രംഗത്തെ ഉയർന്ന ചിന്തകളുമെല്ലാം എത്രത്തോളം നല്ലതാണെന്ന് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് കായിക രംഗത്തെ പുരോഗതിക്ക് അടിസ്ഥാനമായി കളിക്കളം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് നമ്മൾ അതിജീവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ലഹരിയും മയക്കുമരുന്നുമാണ്. അത് കുട്ടികളിൽ എങ്ങനെയാണ് ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്നത്? അവരെന്തിനാണ് ഇത്ര ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്? അവരെ എൻഗേജാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ചെറുപ്രായത്തിലുള്ള ആൾക്കാരെ, യുവാക്കൾക്ക് വൈകുന്നേരം ഒരു കളിസ്ഥലത്തിൽ പോകാൻ, ഒരു പാർക്കിൽ പോകാൻ, ഒന്ന് സല്ലപിക്കാൻ ഉള്ള സന്തോഷപ്രദമായ അനുഭവങ്ങൾക്കുള്ള അനുഭൂതികൾക്ക് നിറവേറ്റാൻ കഴിയുന്ന അവസരമില്ല. അത് നമുക്ക് തിരിച്ചു പിടിക്കണം. വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്രില്ലുകൾ, നടപ്പാത, കവാടം എന്നിവ പൂർത്തിയായി. മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ, സെൽഫി പോയിന്റ്, കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം എന്നിവയാണ് പാർക്കിൽ സജ്ജമായത്. ഉല്ലാസത്തോടൊപ്പം പ്രഭാത സായാഹ്ന സവാരിക്കും നിരവധി ആളുകൾ പാർക്കിലെത്തുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പത്തനംതിട്ട കോന്നിയിൽ വനംവകുപ്പിന്റെ തേക്ക് തടികൾക്കായി ആവശ്യക്കാർ വർദ്ധിക്കുന്നു. 60 വർഷം പഴക്കമുള്ള തേക്ക് തടികളാണ് ഇവിടെയുള്ളത്. ആവശ്യമുള്ളവർക്ക് തടികൾ ലേലത്തിലൂടെയും ചില്ലറ വിൽപ്പനയിലൂടെയും വാങ്ങാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. തേക്ക് തടിക്ക് പേരുകേട്ട സ്ഥലമാണ് നിലമ്പൂർ. എന്നാൽ നിലമ്പൂർ തേക്കിനേക്കാൾ ഉറപ്പും ഗുണനിലവാരമുള്ള തേക്ക് തടി ലഭിക്കുന്നത് വനംവകുപ്പിന്റെ കോന്നി ഡിപ്പോയിലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 60 വർഷം പഴക്കമുള്ള തടികളാണ് ഇവിടെ മുറിച്ചു വിൽക്കുന്നത്. വിവിധ തരത്തിലുള്ള തടികൾ ലഭിക്കുന്നതിനാൽ ആവശ്യക്കാരും കൂടുതലാണ്. തേക്ക് തടിയുടെ വിൽപ്പന വർദ്ധിച്ചതോടെ വനംവകുപ്പിന്റെ വരുമാനവും വർദ്ധിച്ചു. കോൺട്രാക്ടർമാരും അത് വൻതോതിൽ അവരെടുക്കും. വീട്ടുകാർക്ക് 8 ക്യൂബിക് മീറ്റർ വരെ എടുക്കാം. ചില്ലറ വിൽപ്പനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചില്ലറ വിൽപ്പനയാണെങ്കിൽ അവർക്ക് 5 ക്യൂബിക് മീറ്റർ വരെ എടുക്കാം വീട്ടാവശ്യത്തിന്. ഇതര ജില്ലകൾക്ക് പുറമെ പുറത്തു നിന്നും ആവശ്യക്കാർ തേക്ക് തടിക്കായി വനംവകുപ്പിന്റെ കോന്നിയിലെ അരുവാപ്പലം ഡിപ്പോയിൽ എത്തുന്നുണ്ട്. നിലമ്പൂരും കോന്നിയിലുമാണ് പ്രധാനമായും തേക്ക് തടിക്കായി ആവശ്യക്കാർ എത്തുന്നത്. വീട് നിർമ്മാണത്തിനുള്ള തടിയുടെ ചില്ലറ വിൽപ്പനയും ഇവിടെയുണ്ട്. വീട് നിർമ്മാണത്തിനുള്ള ആവശ്യക്കാർ അനുമതി പത്രം, കെട്ടിടത്തിൻ്റെ പ്ലാൻ, സ്കെച്ച്, തിരിച്ചറിയൽ രേഖ, പാൻ കാർഡ് എന്നീ രേഖകളുമായി വേണം തടി വാങ്ങാൻ ഡിപ്പോയിലെത്തേണ്ടത്. ലേലത്തിലൂടെയാണ് വ്യാപാരികൾ മൊത്തമായി തടികൾ വാങ്ങുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി ഇരട്ടത്തലയുള്ള തെങ്ങ്. കാസർഗോഡ് വലിയ പറമ്പ് ഇടയിലക്കാട്ടെ വൈക്കത്ത് കുഞ്ഞിമാണിക്യത്തിന്റെ വീട്ടിലാണ് ഇരട്ടത്തലയൻ തെങ്ങുള്ളത്. വലിയ പറമ്പ ഇടയിലക്കാട്ടെ വൈക്കത്ത് കുഞ്ഞിമാണിക്യത്തിന്റെ വീട്ടിലെ ഇരട്ടത്തലയൻ തെങ്ങാണ് കൗതുക കാഴ്ചയാകുന്നത്. 35 വർഷങ്ങൾക്ക് മുൻപ് കുഞ്ഞുമാണിക്യത്തിന്റെ ഭർത്താവ് KV കൊട്ടനാണ് നാടൻ ഇനത്തിൽപ്പെട്ട തെങ്ങ് നട്ടത്. 8 വർഷം മുൻപ് തല പോയി നശിച്ച തെങ്ങ് പിന്നീട് വീണ്ടും കിളിർക്കുകയായിരുന്നു. തെങ്ങ് പിന്നെ ആദ്യം നല്ല വാങ്ങിൽ തന്നെ വന്നിട്ട് തേങ്ങ നല്ലോണം പറിച്ചിന്. പെട്ടെന്ന് എൻ്റെ തല പോയി. തല പറ്റി അങ്ങ് ഇത് നഷ്ടപ്പെട്ടു പോയിന്ന്. കുറേ കഴിയുമ്പോൾ ഉണ്ടതിന് ഒരു തല വരുന്നു. തല വന്ന് തേങ്ങയെല്ലാം പിടിച്ചിട്ടാകുമ്പോൾക്ക് മറ്റേ ഭാഗത്തൊരു എതെല്ലാം പൊട്ടിയിട്ട് അതിനും പിടിച്ചും തേങ്ങ. കിളിർത്തു വന്ന 2 തലപ്പുകളും ഒരുപോലെ ശിഖരങ്ങളായി വളർന്ന് കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ 3 വർഷമായി 2 ശിഖരങ്ങളിൽ നിന്നും ഇവർക്ക് കായ്ഫലം ലഭിക്കുന്നുണ്ട്. ഒറ്റത്തടി വൃക്ഷമായ തെങ്ങിന് സാധാരണ 2 തലപ്പുകൾ ഉണ്ടാകാറില്ല. അപൂർവമായി ഒന്നിൽ തലപ്പുകൾ ഉണ്ടായാലും ഒന്നു മാത്രമേ കുലയ്ക്കുകയും കായ്ക്കുകയും ചെയ്യാറുള്ളൂ. ക്രമേണ മറ്റു തലപ്പുകൾ നശിച്ചു പോകും. കായ്ഫലം കൂടിയാൽ ശിഖരങ്ങൾ അറ്റുവീഴുമോ എന്ന ആശങ്ക ഉണ്ടെങ്കിലും നന്നായി വളവും വെള്ളവും നൽകി തെങ്ങ് പരിപാലിക്കാൻ തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 വലിയ പറമ്പ. ഇടുക്കി പൈനാവ് പോലീസ് ക്യാമ്പിൽ പുതിയ കൺട്രോൾ റൂം കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 1 കോടിയോളം ചെലവിൽ നിർമ്മിച്ച കൺട്രോൾ റൂമിൽ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം, ANPR തുടങ്ങി ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 98,16,000 രൂപ വിനിയോഗിച്ചാണ് ജില്ലാ ആസ്ഥാനത്ത്
പോലീസ് കൺട്രോൾ റൂം നിർമ്മിച്ചത്. ഇരുനിലകളിലായി നിർമ്മിച്ച കൺട്രോൾ റൂമിൽ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം, ANPR തുടങ്ങി ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പുതിയ കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. 9 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അത് പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. പോലീസ് സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ പഴയ സങ്കല്പം അത് തീർത്തും മാറിയിട്ടുണ്ട് എന്നതും നമ്മുടെ അനുഭവത്തിൽ. ഇടുക്കി പോലീസ് ക്യാമ്പ് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ഡിവൈഎസ്പി KR ബിജു അധ്യക്ഷത വഹിച്ചു. ശിലാഫലക അനാച്ഛാദനം പ്രസിഡന്റിന്റെ ചുമതലയുള്ള ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB തോമസ് നിർവഹിച്ചു. ഇടുക്കി ഡിവൈഎസ്പി രാജൻ K അരമന, സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവ് ഉൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയുടെ മനസ്സ് കീഴടക്കിയാണ് ദേവികുളം സബ് കളക്ടറായിരുന്ന VM ജയകൃഷ്ണൻ പുതിയ ജോലി തിരക്കിലേക്ക് പോകുന്നത്. തോട്ടം തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ഏറെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. താൽക്കാലിക വിടപറച്ചിലും അപ്രതീക്ഷിത സമ്മാനവുമായി 2 പേരെ കാണാൻ VM ജയകൃഷ്ണൻ എത്തി. തോട്ടം തൊഴിലാളിയായ ജാനകിയും UKG-കാരൻ ബിയാസും അപ്രതീക്ഷിതമായി കിട്ടിയ സമ്മാനത്തിന്റെ ആവേശത്തിലാണ്. തേയിലച്ചെരുവിൽ കൊളുന്തു നുള്ളാൻ പോകുന്ന തന്റെ ചിത്രമാണ് ജാനകിക്ക് സമ്മാനമായി കിട്ടിയത്. ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്ന ജയകൃഷ്ണൻ IAS താൻ പകർത്തിയ ഹെലികാം ചിത്രത്തിലെ നായികയെ കണ്ടെത്തി ചിത്രം സമ്മാനിക്കുകയായിരുന്നു. 2023 പരിശീലന കാലയളവിൽ മൂന്നാറിലെത്തിയപ്പോഴാണ് അദ്ദേഹം ജാനകിയുടെ ചിത്രം പകർത്തിയത്. പിന്നീട് സബ് കളക്ടറായി ദേവികുളത്ത് ചാർജ് എടുത്തു. നിലവിൽ സപ്ലൈകോ MD-ആയി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തോട്ടം തൊഴിലാളിയായ ജാനകിയെ കണ്ടെത്തി ഫ്രെയിം ചെയ്ത ചിത്രം സമ്മാനിക്കുകയായിരുന്നു. ഞാനിവിടെ മൂന്നാറിൽ ആദ്യം വന്ന സമയത്ത് അസിസ്റ്റന്റ് കളക്ടർ ട്രെയിനി ആയിട്ടാണ് വന്നിരുന്നത്. ആ സമയത്ത് ഫോട്ടോഗ്രാഫി ഹോബി ആയിട്ടുള്ളതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ ഡ്രോൺ ഫോട്ടോഗ്രാഫിയിൽ എടുത്തൊരു ചിത്രമാണ് ഇത്. പക്ഷെ ആ സമയത്ത് ഞാൻ കരുതിയിരുന്നില്ല ഇവിടെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം മൂന്നാർ തേയിലത്തോട്ടങ്ങളുടെ ഒരു പറുദീസയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ ഒരു ചിത്രം എടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പൊതുവെ കാണുന്നത് തേയിലത്തോട്ടങ്ങളുടെ എന്താ പറയുക ഒരു മനോഹാരിതയും ഒരു കുന്നുകളാണ് കാണുന്നത്. പക്ഷെ അതിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികളെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് അവരുടെ ജോലിക്കിടയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് പകർത്താൻ സാധിച്ചത്. അപ്പോൾ അത് ഞാനിവിടെ അതിനുശേഷമാണ് ഇവിടെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്തത്. അന്ന് എനിക്കൊന്ന് ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞു ഇങ്ങനൊരു പടം ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ ആ പടത്തിലുള്ള ആളെ ഒന്ന് കണ്ടെത്തി തരണം എന്നുള്ളത്. ആദ്യം ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ ഇടയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ആരാ എന്താ എവിടെ എന്നുള്ളതൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാഫ് തന്നെ മുൻകൈ എടുത്തിട്ട് ഈ ഫോട്ടോ എനിക്ക് തോന്നുന്നു ഒരുപാട് കമ്പനിയിൽ KDSP കമ്പനിയിലും കൊടുത്തിട്ട് അവരുടെ എംപ്ലോയി ലിസ്റ്റിലുള്ള ആളാണോ അവർക്കറിയാവുന്ന ആളാണോ കണ്ടുപിടിച്ചിട്ട് പക്ഷെ എനിക്കൊന്ന് 2 ദിവസം മുന്നെയാണ് ഈ ഫോട്ടോയിലെ വ്യക്തിയെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ജാനകി എന്നാണ് പേര്, കുളമാങ്ക ഡിവിഷനിലാണ്. UKG-കാരനായ ബിയാസ് തന്റെ കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ സബ് കളക്ടറെ തേടിയെത്തിയിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കുടുക്ക സബ് കളക്ടർക്ക് കൈമാറി പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൊച്ചുമിടുക്കന് സമൂഹത്തോടുള്ള കരുതലിന് സമ്മാനമായാണ് സൈക്കിളുമായി സബ് കളക്ടർ തേടിയെത്തിയത്. ന്യൂസ് 18 ഇടുക്കി. കായംകുളത്ത് ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. അടുത്ത മാസം പ്ലാന്റ് പ്രവർത്തന സജ്ജമാകും. കായംകുളം ടൗണിലെ ജൈവമാലിന്യം സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നതാണ് പ്ലാന്റ്. മെഷീനറികളും സജ്ജമായി. മുരിക്കുംമൂട്ടിലാണ് പ്ലാന്റ് സ്ഥാപിച്ചത്. 3 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കുന്നതോടെ നഗരത്തിലെ ജൈവമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റാൻ കഴിയും. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമടക്കം പുറംതള്ളുന്ന ജൈവമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റാൻ കഴിയും.
6 ടൺ മാലിന്യം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള യന്ത്രങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചത്. മാലിന്യം പ്ലാന്റിലേക്ക് മാറ്റുന്നതിന് മുൻപ് ചെറിയ കഷ്ണങ്ങളാക്കും. സംസ്കരിക്കുന്നതോടെ വെള്ളവും ദ്രവ്യരൂപത്തിലാകുന്ന മാലിന്യങ്ങളും പ്രത്യേകം പ്ലാന്റിലേക്ക് മാറും. ഇത് 10 മുതൽ 20 ദിവസത്തിനുള്ളിൽ വളമായി മാറ്റും. പച്ചക്കറി കൃഷിക്കും മറ്റും ഉപയോഗിക്കാവുന്ന വളം പാക്ക് ചെയ്ത് വിൽപ്പന നടത്താനാണ് തീരുമാനം. വരുമാനത്തിന്റെ വിഹിതം നഗരസഭയും പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്ന കമ്പനിയും പങ്കിടും. ജൈവശേഷിയുള്ള ഏത് മാലിന്യവും പ്ലാന്റിലിട്ട് പൊടിച്ച് വളമാക്കി മാറ്റാൻ സാധിക്കും. അറവുശാലയിലെ മാലിന്യവും ഇതിലൂടെ സംസ്കരിക്കാൻ കഴിയും. കായംകുളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ തന്നെ സെപ്റ്റംബർ 12, 13 തീയതികളിൽ കോൺക്ലേവ് നടക്കുന്നുണ്ട് കൊച്ചി വെച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ വരുമെന്നാണ് ഇന്നലെ മന്ത്രിയുടെ ഓൺലൈൻ മീറ്റിംഗിൽ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഡെമോ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഡെമോ കൊടുക്കുമ്പോൾ അവിടെ കോൺക്ലേവ് പ്രദർശിപ്പിക്കും. അത് കണ്ടിട്ട് ഇത് കാണാനായിട്ട് ആളുകൾ വരാനുള്ള സാധ്യത ഇല്ലെങ്കിൽ തന്നെയും വരും. കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും വരും. കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ OWC പ്ലാന്റ് ആണിത്, ആധുനിക രീതിയിലുള്ള. നഗരസഭയുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലത്തോട് ചേർന്ന് വാങ്ങിയ 4.5 ഏക്കർ സ്ഥലത്താണ് ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. പഴയ സ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. ഇവിടെ നിന്നും പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും വേർതിരിച്ച് ഭൂമി വീണ്ടെടുക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. ന്യൂസ് 18 കായംകുളം. രജനീകാന്ത് ചിത്രം കൂലി നാളെ തിയേറ്ററുകളിലേക്ക്. നിരവധി റെക്കോർഡുകൾ തീർത്തുകൊണ്ടാണ് ഓഗസ്റ്റ് 14 ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നത്. പ്രീസെയിലിലൂടെ $2 മില്യൺ നേടുന്ന ആദ്യ തമിഴ് ചിത്രം എന്ന റെക്കോർഡ് ഉൾപ്പെടെ ഈ ലോകേഷ് ചിത്രം ബോക്സ് ഓഫീസിൽ മായാജാലം തീർക്കുകയാണ്. കേരളത്തിൽ പുലർച്ചെ 6 മണിക്കാണ് ആദ്യ പ്രദർശനം. ഒരു മനുഷ്യൻ இந்த உலகத்திலிருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா it can be a disaster. எனக்கு என்னமோ இந்த നെറ്റ്വർക്കാല மட்டும் அவனுங்க பெரிய ஆளான மாதிரி தெரியல. രജനി ആരാധകരുടെ 2 വർഷത്തെ കാത്തിരിപ്പ്. തന്റെ സിനിമാ ജീവിതത്തിലെ 50-ാം വർഷത്തിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ദേവയായി രജനി എത്തുമ്പോൾ പ്രതീക്ഷകളുടെ അമിത ഭാരത്തിലാണ് തിയേറ്ററുകളിൽ ചിത്രം റിലീസിനെത്തുന്നത്. ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമായതുകൊണ്ട് പ്രതീക്ഷകളും സസ്പെൻസും നിരവധിയാണ്. ചിത്രം LCUവിന്റെ ഭാഗമാണോ? ചിത്രത്തിൽ ശിവകാർത്തികേയൻ അഭിനയിക്കുന്നുണ്ടോ? കമലും രജനിയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ സംശയവും ആവേശവും ഹൈപ്പും ചെറുതൊന്നുമല്ല. ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ റിലീസാണ് കൂലി. രജനിയോടൊപ്പം നാഗാർജുന, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ, ശ്രുതി ഹസൻ എന്നിവരോടൊപ്പം ആമിർ ഖാൻ കൂടി എത്തുന്നതോടെ പാൻ ഇന്ത്യൻ തലത്തിലാണ് ചിത്രം റിലീസിനെത്തുന്നത്. 1989 ശിവ എന്ന ചിത്രത്തിന് ശേഷം 36 വർഷങ്ങൾക്കിപ്പുറമാണ് രജനീകാന്തിന്റെ ഒരു A സർട്ടിഫിക്കറ്റ് ചിത്രം റിലീസിനെത്തുന്നത്. ഒപ്പം റിലീസിനെത്തുന്ന വാർ 2 എന്ന ചിത്രം കൂലിക്ക് മുന്നിൽ കിതയ്ക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെയും ഓവർസീസിലും കൂലിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഋത്തിക് റോഷൻ, ജൂനിയർ NTR ചിത്രത്തിന് സാധിക്കുന്നില്ല. ആദ്യ പ്രദർശനത്തിനായി ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9290, പവന് 74,320. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7675, പവന് 61,400. വെള്ളി ഗ്രാമിന് 124, കിലോ 1,24,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.